അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ പഴം വെച്ചിട്ടുള്ള പുതിയൊരു സ്നാക്സാണ് ചെയ്യാൻ പോണത്. അതിനാവശ്യമായ സാധനങ്ങൾ: 2 റോബസ്റ്റ പഴം നടു പൊളിച്ച് വെച്ചത്, 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 25 ഗ്രാം ബട്ടർ, 150 ഗ്രാം മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ഉപ്പ്, വാനില എസൻസ്, 100 ml പാല്, 1 കോഴിമുട്ട, 50 ഗ്രാം പഞ്ചസാര. ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ബാറ്ററാണ് തയ്യാറാക്കേണ്ടത്. അതിന് ആവശ്യമായത് നമുക്കൊരു മുട്ട ഇതിൽ പൊട്ടിച്ച് വെക്കാം. വിസ്ക് വെച്ച് നന്നായി ഇളക്കി കൊടുക്കുക. നമുക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. ടീസ്പൂൺ വാനില എസൻസ് ഇതിൽ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്യാം. നമ്മൾ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ, നമുക്ക് പൗഡർ ഇതിലേക്കൊന്ന് അരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സായി വന്നിട്ടുണ്ട്. നമുക്ക് ബട്ടറും ഷുഗറും കൂടി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കാം. പഞ്ചസാര കാരമലായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ച ബട്ടർ ഇട്ട് കൊടുക്കാം. കാരമൽ റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മൾ പൊളിച്ച് വെച്ചിട്ടുള്ള പഴം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. പഴം പൊട്ടിപ്പോയി. നമ്മൾ ചെയ്യുമ്പോൾ പൊട്ടാതെ വെക്കുക. ഇതിന് മുകളിലേക്ക് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നിരത്തി കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒരേപോലെ ബാറ്റർ എത്തുന്ന രീതിയിൽ നമുക്കിതൊന്ന് അടച്ചു വെച്ച് 20 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 30 സെക്കൻഡ് നമ്മളൊന്ന് മറിച്ചിട്ടിട്ട് വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ചൂടാറി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. പഴമൊക്കെ നല്ല സോഫ്റ്റായി വെന്ത് വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും.